നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കുകയെന്നുള്ളത് കുവൈറ്റ് ഭരണകൂടം ദീർഘനാളായി ലക്ഷ്യം വെക്കുന്ന പദ്ധതികളിലൊന്നാണ്. ഇതിന്റെ ഭാഗമായി പ്രവാസികൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും ശക്തമാക്കി കുവൈറ്റ് ഭരണകൂടം. ജോലി അന്വേഷിച്ച് രാജ്യത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്ക് വിസ അനുവദിക്കുന്നതിന് മുൻപ് തന്നെ അപേക്ഷകരുടെ തൊഴിലിലെ വൈദഗ്ധ്യവും പരിശോധിക്കാനാണ് കുവൈറ്റിന്റെ പുതിയ തീരുമാനം. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുബാറക് അൽ അസ്മിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതെന്നാണ് രാജ്യത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുവൈറ്റ് സൊസൈറ്റി ഫോർ എഞ്ചിനീയേഴ്സുമായി സഹകരിച്ചായിരിക്കും സാങ്കേതിക അനുബന്ധ തൊഴിലുകളിലെ വിസ അപേക്ഷകർക്ക് പരിശോധനയും പരീക്ഷയും നടത്തുക. അപേക്ഷകന് തൊഴിൽ വൈദഗ്ധ്യവും ജോലിയെക്കുറിച്ചുള്ള അറിവുമുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിസ നൽകുകയുള്ളൂ. തുടക്കത്തിൽ പുതിയതായി എത്തുന്നവരെയാണ് ലക്ഷ്യമിടുന്നതെങ്കിലും രണ്ടാം ഘട്ടത്തിൽ നിലവിൽ കുവൈറ്റിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തും. വർക്ക് പെർമിറ്റ് പുതുക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇവരുടെ വൈദഗ്ധ്യം പരിശോധിക്കുക. പരാജയപ്പെടുന്നവർക്ക് രാജ്യം വിടാൻ സാവകാശം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നിയമം കർശനമായാൽ മതിയായ യോഗ്യതയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ള വിദേശികൾക്ക് രാജ്യം വിടേണ്ടി വരും. രാജ്യത്തേക്ക് തൊഴിൽ തേടി വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയിൽ മതിയായ കഴിവും പ്രാഗൽഭ്യവും ഉണ്ടെന്ന് ജോലി നൽകുന്നതിനും വിസ അനുവദിക്കുന്നതിനും മുൻപ് തന്നെ ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും. പരിശോധനയില്ലാതെ രാജ്യത്തേക്ക് വരുന്നവർ ഉദ്ദേശിക്കുന്ന തൊഴിലിൽ തുടരാൻ കഴിയാതെ മറ്റു തൊഴിലുകളിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിൽ കുവൈറ്റ് വിസയുള്ളവർക്ക് പുതിയ നിയന്ത്രണം ബാധകമായേക്കില്ല. പുതിയതായി കുവൈറ്റിലേക്ക് വരുന്നവർക്ക് മാത്രമായിരിക്കും ഇപ്പോൾ പരിശോധന. അടുത്ത ഘട്ടത്തിൽ കുവൈറ്റിൽ നിന്ന് തന്നെ തൊഴിൽ പെർമിറ്റുകൾ പുതുക്കാൻ അപേക്ഷ നൽകുന്നവർക്കും നിയന്ത്രണം ബാധകമാകുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈറ്റ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ സാധാരണക്കാരായ പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്ന തീരുമാനവുമായി കുവൈറ്റ് എടുക്കുകയുണ്ടായി. അത്തരക്കാർക്ക് കുടുംബക്കാരെയോ മറ്റ് ആശ്രിതരെയോ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്തിയിരിക്കുകയാണ് അധികൃതർ. ഫാമിലി ഡിപ്പെൻഡ് വിസകൾ അനുവദിക്കുന്നതിന് സ്പോൺസർക്ക് ചുരുങ്ങിയത് 800 ദിനാർ അഥവാ 2 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ മാസ ശമ്പളം വേണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഈ നിയമം താമസിയാതെ തന്നെ നിലവിൽ വരുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രവാസികൾക്ക് കുടുംബ വിസിറ്റ് വിസ അനുവദിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കുവൈറ്റ് അധികൃതർ നിർത്തിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫാമിലി വിസയ്ക്കുള്ള ശമ്പള പരിധി വർദ്ധിപ്പിച്ച തീരുമാനം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.